എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൽജോ ഈ വീട് പണിയാനായിട്ട് തീരുമാനിക്കുമ്പോ നല്ല ഒരു എഞ്ചിനീയറെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാവിധമായിരിക്കുന്ന വൈദഗ്ധ്യങ്ങളും അതിന്റെ ഭംഗിയും മനോഹരമായി പ്ലാൻ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു മേസ്ത്രി ഇതിന്റെ പണിക്കായിട്ടുണ്ടായിരുന്നു. കെട്ടിടം പണിയാൻ ഈ ഭൂമിയിൽ ദൈവം തന്നെ ജ്ഞാനം കൊടുത്ത ആ വ്യക്തികൾ മതി. എന്നാൽ ഭവനം പണിയണമെങ്കിൽ 127 സങ്കീർത്തനം, യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ സ്ഥിതി വളരെ മോശമാണ്. ലോകരാജ്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അനേക കുടുംബങ്ങൾ ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞങ്ങളെല്ലാം കുറ്റിച്ചിറയിൽ ഒരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടാണ് ഇവിടെ വന്നത്. 14 ജില്ലകൾ കേരളത്തിലുള്ളതിൽ 29 കുടുംബ കോടതികളാണുള്ളത്. എന്താണ് കാരണം? തകരുന്ന ബന്ധങ്ങൾ, കുടുംബങ്ങൾ. അതിന്റെ കാരണം വചനപ്രകാരം പണിയപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ കുടുംബത്തെ ഞാൻ അഭിമാനത്തോടെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. മക്കളെങ്ങാനും ഒരു സെക്കൻഡ് ദൈവവചനത്തിൽ നിന്ന്, എന്റെ കൂടെ പ്രിയ ഈ ഭവനത്തിലെ മൂത്ത മകൻ എൽദോസ് പാസ്റ്റർ, ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ വയനാട്ടിൽ മിഷൻ പ്രവർത്തനത്തിനുണ്ടായിരുന്നു. തന്നെ ആ നിലയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ആ അപ്പനും അമ്മയും പിതാവ് നിത്യത ചേർക്കപ്പെട്ട് അന്ന് മുതൽ ആ വാത്സല്യ മാതാവ് ആ ദൈവദാസി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ മക്കളെ ആ കൃപയിൽ നിർത്താൻ ആ ദൈവദാസി കാണിച്ചിട്ടുള്ള, ദൈവസന്നിധി കൊടുത്തിട്ടുള്ള വിലയെ ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ആ അമ്മ മറ്റുള്ള സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് തീർച്ചയായും മാതൃകയാണ്. അതുകൊണ്ട് നാം പ്രാരംഭമായി തന്നെ ഈ ഭവനം ദൈവത്തിന്റെ നാമത്തിൽ ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനം ഇവിടെ ശുശ്രൂഷിക്കാനായിട്ട് പോകുകയാണ്. ആ വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട എൽജോയുടെ വൈഫിന്റെ മുൻകാല മോള് ആരാധിച്ചുകൊണ്ടിരുന്ന ഷാരോൺ സഭയിലെ ശുശ്രൂഷകനായിരുന്ന, ആദ്യകാല ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ അനിൽ കോശി അവറുകളാണ്. അതിനു മുമ്പ് ഇപ്പോൾ ആ ഷാരോൺ സഭയില് ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ജെയിംസ് അവറുകൾ പ്രാർത്ഥിക്കുകയും തുടർന്ന് ദൈവത്തിന്റെ വചന ശുശ്രൂഷ ദൈവദാസൻ നിർവഹിക്കുകയും ചെയ്യും. ഈ ഭവനം ശുദ്ധീകരിക്കപ്പെടുന്നത് 5 കാര്യങ്ങളാലാണ്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 15:3, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. 2, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം നടക്കുന്നു. 3, ദൈവമക്കളുടെ സ്തുതി സ്തോത്രങ്ങൾ പ്രാർത്ഥനയാൽ ശുദ്ധീകരണം നടക്കുന്നു. 4, എല്ലാ നാമത്തിലും മേലായ കർത്താവിന്റെ നാമത്താൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇപ്പോൾ വചനം പറയുമ്പോൾ ഇതിനകത്തുള്ള നാം ഓരോരുത്തരും ശുദ്ധീകരിക്കപ്പെടും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് പ്രാർത്ഥന.